നമസ്കാരം. ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. യുദ്ധവും അക്രമവും നിറഞ്ഞ ലോകത്ത് മനുഷ്യരാശിയുടെ യഥാർത്ഥ പ്രത്യാശ ക്രിസ്തുവാണെന്ന് ലിയോ 14 മാർപ്പാപ്പ. കഴിഞ്ഞ ദിവസം വത്തിക്കാനിൽ നടന്ന പൊതു കൂടിക്കാഴ്ചാ വേളയിലാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത്. അടിമത്തത്തിൽ ക്രിസ്തു മോചനമാണ്, യുദ്ധക്കെടുതിയിൽ ക്രിസ്തു പ്രത്യാശയാണ്, പാപത്തിൽ ക്രിസ്തു ക്ഷമയാണ്, കുരിശ് പരാജയത്തിന്റെയല്ല മറിച്ച് തിന്മയെ ജയിച്ച ദൈവസ്നേഹത്തിന്റെ അടയാളമാണെന്നും ലോകത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ വിശ്വാസികൾ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കണമെന്നും മാർപ്പാപ്പ വിശ്വാസികളെ ഓർമ്മിപ്പിച്ചു. വിയറ്റ്നാമീസ് രക്തസാക്ഷി ഫാദർ ഫ്രാൻസിസ് സേവ്യർ ട്രൂവോങ് ബു ദിയാപ്പിന്റെ വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപന ശുശ്രൂഷകൾക്ക് കർദിനാൾ ലൂയിസ് ആന്റോണിയോ ടാഗിൽ നേതൃത്വം നൽകി. വിയറ്റ്നാമിലെ ടാക് സായി തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ 10,000 പങ്കെടുത്തു. രണ്ടാം ലോക മഹായുദ്ധാനന്തര കാലത്ത് തന്റെ വിശ്വാസത്തിനും ജനങ്ങൾക്കും വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഫാദർ ദിയാപ്പിന്റെ ജീവിതം ഉജ്ജ്വലമായ ഇടയസ്നേഹത്തിന്റെ സാക്ഷ്യമാണെന്നും സ്വാർത്ഥത വെടിഞ്ഞ് ക്രിസ്തുവിനെ തിരഞ്ഞെടുക്കാൻ വിശ്വാസികൾ തയ്യാറാകണമെന്നും കർദിനാൾ ആഹ്വാനം ചെയ്തു. ഡിജിറ്റൽ സുവിശേഷവൽക്കരണം ശക്തമാക്കാൻ ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ 5 ദിവസത്തെ റെസിഡൻഷ്യൽ കോഴ്സ് ഒക്ടോബർ 5 മുതൽ 10 വരെ ഗോവയിലെ ശാന്തി സദനിൽ വെച്ചാണ് പരിശീലനം നടത്തുന്നത്. പവർ പോയിന്റ്, ക്യാൻവ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മൊബൈൽ വീഡിയോ നിർമ്മാണം എന്നിവയിൽ വൈദികർക്കും സന്യാസിനികൾക്കും അന്മായർക്കും പ്രായോഗിക പരിശീലനം നൽകും. മംഗളൂരു രൂപതയിലെ ഫാദർ റിച്ചാർഡ് ഡിസൂസ നേതൃത്വം നൽകുന്ന കോഴ്സിലേക്ക് 30 പേർക്കാണ് പ്രവേശനം. അമേരിക്കൻ ദേശീയ ദിവ്യകാരുണ്യ തീർത്ഥാടനത്തിൽ പങ്കെടുത്ത വിശ്വാസികൾക്ക് ലിയോ 14 മാർപ്പാപ്പയുടെ അഭിനന്ദനം. അമേരിക്കയുടെ 250 വാർഷിക ആഘോഷങ്ങളുടെ വേളയിൽ വിശ്വാസത്തിന്റെ മഹത്തായ പൈതൃകമാണ് തീർത്ഥാടകർ ഉയർത്തിപ്പിടിക്കുന്നതെന്ന് വീഡിയോ സന്ദേശത്തിലൂടെ പാപ്പ പറഞ്ഞു. രാജ്യത്തിന്റെ നവീകരണത്തിനും ഐക്യത്തിനും ഈ ശക്തമായ ദിവ്യകാരുണ്യ പൈതൃകം എന്നും നിലകൊള്ളണമെന്ന് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. നിശബ്ദ ദിവ്യകാരുണ്യ ആരാധനയിൽ നിന്ന് ശക്തി ഉൾക്കൊണ്ട അമേരിക്കൻ വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും മാതൃക പിന്തുടരാനും മാർപ്പാപ്പ വിശ്വാസികളെ ഓർമ്മിപ്പിച്ചു. വെനസ്വേലയെ നടുക്കിയ ഇരട്ട ഭൂകമ്പത്തിന്റെ പശ്ചാത്തലത്തിൽ വെനസ്വേലിയൻ മെത്രാൻ സമിതിയുടെ പ്ലീനറി സമ്മേളനം റദ്ദാക്കി. 2000-ലധികം പേർ മരിച്ച ദുരന്തത്തിൽ ഇരകളായവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് തീരുമാനം. ജൂലൈ 7 മുതൽ 11 വരെ നടത്താനിരുന്ന 124ാമത് പ്ലീനറി സമ്മേളനമാണ് റദ്ദാക്കിയത്. സഭയുടെ മുഴുവൻ സംവിധാനങ്ങളും രക്ഷാപ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കണമെന്നും ദുരിതബാധിതർക്കായി പ്രാർത്ഥനയും സഹായങ്ങളും ശക്തമാക്കണമെന്നും ബിഷപ്പുമാർ വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.